ഇയാൾ കൊലപാതകം ചെയ്ത് നിങ്ങൾ കണ്ടോ? ഇല്ലെങ്കിൽ ചെയ്തു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. മറ്റൊന്ന് പ്രിവെന്റീവ് അറസ്റ്റ്. ഇയാൾ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കൊരു മുൻകരുതൽ പോലെ ഇയാൾ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അയാൾ അതിനുവേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഒരു ശ്രമവും ഇയാളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഈ പ്രഹസനത്തിന്റെയൊക്കെ കാര്യം എന്താ റസാക്കേ? മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി നിയമവും നിയമവശവും നോക്കാതെ എടുത്തിയാടിയാലുണ്ടല്ലോ, കാക്കി മാറ്റി വെച്ച് വീട്ടിയിരിക്കേണ്ടി വരും കൊച്ചുങ്ങളെ നോക്കി. അതല്ലെങ്കിൽ കൊച്ചുങ്ങളില്ലെങ്കിൽ തള്ളെ നോക്കിയിരിക്കേണ്ടി വരും. പക്ഷേ ഈ തലേ തൊപ്പി ഉണ്ടാവത്തില്ല. ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്യുന്ന ഓർത്തപ്പോ ഒരു നിമിഷം ഒന്ന് പതറിയെങ്കിലും കാര്യങ്ങൾ കൈവെള്ളയിലേക്ക് ആക്കിയെടുത്തതിന്റെ അഹങ്കാരം ഒന്നും വേണ്ട സർ. എന്റെ വിഷ്ണുവേട്ടനെ കാണാതായതിന്റെ പേരിൽ ഈ നിൽക്കുന്ന അബൂബക്കറിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഏത് ചട്ടക്കൂടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ശാലിനി. അതിന് ഈ ജില്ല ഭരിക്കുന്ന കളക്ടറുടെ സ്ഥാനമാനങ്ങൾ ഒന്നും വേണ്ട എനിക്ക്. കാരണം ഞാനൊരു ഭാര്യയാണ്, അദ്ദേഹത്തിന്റെ കുട്ടികളുടെ അമ്മയാണ്. കാണാതായിരിക്കുന്നതേ എന്റെ ഭർത്താവിനെയാ. ഈ രാജ്യത്തെ ഏതൊരു വ്യക്തിക്കും കിട്ടുന്ന പരിഗണന മാത്രമേ ഞാനും ആവശ്യപ്പെടുന്നുള്ളൂ. ഒരാളെ കാണാതായാൽ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. അയാൾക്കെതിരെ ക്രിമിനൽ തെളിവുകൾ ഉണ്ടാവുകയും ചെയ്താൽ, അയാൾക്കെതിരെ ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്താൽ കുടുങ്ങുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി സ്ഥലം ഐജി തന്നെ കാവലായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇയാള് കുറ്റം ചെയ്തില്ലെന്ന് സമർത്ഥിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയല്ലേ സർ? എനിവേ, കള്ളം മനസ്സിലുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ. എനിക്കെന്തായാലും എന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവാതിരിക്കാനാവില്ല. കാണാതായിരിക്കുന്നതേ എന്റെ വിഷ്ണുവേട്ടനെയാ. ഇതിന് പിന്നിൽ ഇയാൾക്കോ ഇയാളെ സഹായിക്കാൻ നിൽക്കുന്ന സാറിനോ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ എന്റെ കംപ്ലൈന്റ് പോകുന്നത് DGPക്കായിരിക്കും ത്രൂ പ്രോപ്പർ ചാനൽ. ഇപ്പൊ സാർ ഇയാളെ സംരക്ഷിച്ചോ? എന്റെ വിഷ്ണുവേട്ടന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അന്ന് ഇയാൾക്കുള്ള വിലങ്ങുമായിട്ട് ഞാൻ വരുമ്പോ തടുക്കാനോ തടയുവാനോ സാറിന് കഴിയില്ല.